There are 4 things I wish to speak about today. I'm happy to be here. 1, the life and story of Mamata Banerjee. 2, which is also very important, the All India Trinamool Congress. 3, our role and our national presence. And 4, issues to do with your state, our state, Kerala. 4 കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളുടെ പ്രിയപ്പെട്ട നേതാവ് മമതാ ബാനർജിയെക്കുറിച്ച്. ഒന്ന്, നമ്മുടെ ശക്തമായ പാർട്ടി തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ച്. മൂന്നാമത്തെ കാര്യം, ദേശീയ രാഷ്ട്രീയത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്. നാലാമത്തത്, വളരെ പ്രധാനപ്പെട്ടത്, തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ച്. Mamata Banerjee's story is the story of a woman who came from a simple home. Please go ahead. മമതാ ബാനർജിയുടെ കഥ അത്ഭുതകരമായ കഥയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയുടെ അത്ഭുതകരമായ കഥ. The home she stays in, where she grew up, is exactly the same place where she lives today. എവിടെയാണോ മമത ജനിച്ചത്, ആ സാധാരണ വീട്ടിൽ തന്നെയാണ് മമത മുഖ്യമന്ത്രിയായതിനു ശേഷം ഇന്നും ജീവിക്കുന്നത്. She was a student leader, and at the age of 27-28, she was given a Lok Sabha ticket in 1984. വിദ്യാർത്ഥി നേതാവായിരുന്ന മമതാ ബാനർജിക്ക് 27ാമത്തെ വയസ്സിൽ 1984 ലോകസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകപ്പെട്ടിരുന്നു. If I were to summarize Mamata Banerjee's life in one word, that one word would be struggle. ഒരൊറ്റ വാക്കിൽ മമതയുടെ ജീവിതം ഞാൻ സംഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ വാക്ക് സമരമെന്നായിരിക്കും. They tried to kill her. The communists tried to kill her. They've broken every bone in her body, but she survived. They tried to do everything to her, including in the middle of the street, split her head open. മമതാ ബാനർജിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു. അവരുടെ തല തല്ലി തകർത്തു. നഗരമധ്യത്തിൽ അവരെ ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ ആക്രമിച്ചു. Now you must understand, why did Mamata Banerjee in 1997-98 start the All India Trinamool Congress? നമ്മൾ ആലോചിക്കേണ്ടത് 1997-ലും 98-ലും എന്തുകൊണ്ടാണ് മമതാ ബാനർജിക്ക് തൃണമൂൽ കോൺഗ്രസ് ആരംഭിക്കേണ്ടി വന്നത് എന്ന ചരിത്രമാണ്. There were many reasons. I'll also tell you, who is the only politician in the world who has gone on a 26-day hunger strike for the sake of the farmers? ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഈ ലോക ചരിത്രത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് 27 ദിവസം നിരാഹാരം കിടന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരാണ് മമതാ ബാനർജി. അതും പാവപ്പെട്ട തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി. Say this again. 26-day hunger strike, putting her life at risk in 2005-2006. 2005-ലും 2006-ലും ജീവിതം തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട്, അപകട സാധ്യതകളെ തൃണവൽക്കരിച്ചുകൊണ്ട് 26 ദിവസത്തെ നിരാഹാര സമരം ലോക ചരിത്രത്തിലെ, രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവ സംഭവമാണ്. This is the story of Mamata Banerjee. This is the story of Mamata Banerjee.
Now I will tell you the story of the party you are here today for, which is the All India Trinamool Congress. Mahua, welcome. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന് കാരണമായ തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രമാണ്, അതിൻ്റെ കഥയാണ്. Now let me come to the second part. This is very important. The second part. Please understand, in 2006, the Communist Party had 240 seats in Bengal. How many seats? 240. വളരെ പ്രധാനപ്പെട്ട കാര്യം, 2006 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 240 സീറ്റ് ഉണ്ടായിരുന്നു ബംഗാളിൽ. 240 seats in Bengal in 2006. How many seats does the Communist Party of India have today in the Bengal Assembly? അന്ന് 2006 240 സീറ്റ് ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ബംഗാളിന്റെ നിയമസഭയിൽ എത്ര സീറ്റാണെന്ന് നിങ്ങൾക്കറിയാമോ? How many? Do you know? Huh? Zero. Zero. How many seats does the Congress Party have in the Assembly of Bengal? കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റുകളാണ് അവിടുത്തെ നിയമസഭയിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? Zero. This is the political power of Mamata Banerjee and the All India Trinamool Congress. ഈ മാറ്റത്തിന്റെ, ഈ രാഷ്ട്രീയത്തിന്റെ പേരാണ് തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി. I want to make an announcement today. There is a beautiful book on the life and the struggle of Mamata Banerjee. The life and the struggle of Mamata Banerjee. The book is available in English, in Bengali, in Hindi. I promise you, Mr. Anwar, you will make sure of this. By December or January, we will have this book ready in Malayalam. ഞാനിവിടെ ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുകയാണ്. മമതാ ബാനർജിയെ ലൈഫ് ആൻഡ് സ്ട്രഗിൾ, മമതയുടെ ജീവിതവും സമരവും എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബംഗാളിയിലും ഇപ്പോൾ ലഭ്യമാണ്. ഡിസംബർ ജനുവരിയോടെ അത് മലയാളത്തിൽ ലഭ്യമാക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. So that was the story of this great leader. Today, she is also, remember, a 7-time MP, a 4-time union minister, and now a 3-time chief minister. മമത അത്ഭുതകരമായ ജീവിതമാണ്. 7 തവണ MP ആകുന്നു, 3 തവണ യൂണിയൻ മിനിസ്റ്റർ, 2 തവണ ചീഫ് മിനിസ്റ്റർ. അങ്ങനത്തെ ഒരു അത്ഭുതകരമായ. Now let me tell you a few things about All India Trinamool Congress, because this is an event of All India Trinamool Congress, Kerala, AITC Kerala. So the first thing, we have 42 MPs in Parliament. 42 MPs in Parliament. We have 230 MLAs in West Bengal. 230. We are the leading opposition party, the main opposition party in Meghalaya. We have one MP who is elected from Bengal, but she is Sushmita Deb. Her home is in Assam. നമ്മുടെ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. 42 പാർലമെന്റ് അംഗങ്ങളുള്ള 230 MLAമാർ ബംഗാളിലെ നിയമസഭയിലുള്ള മേഘാലയയിലെ പ്രതിപക്ഷമായ തൃണമൂൽ കോൺഗ്രസ്. സുഷ്മിത സെൻ എന്ന് പറയുന്ന ബംഗാളിലെ MP, അവർ അസംകാരിയാണ്. അസമിൽ നിന്നുള്ള ഒരാളെ ബംഗാളിൽ കൊണ്ടുവന്ന് ജയിപ്പിച്ച പാർട്ടിയുടെ പേരാണ് തൃണമൂൽ കോൺഗ്രസ്. We have an MP, Saket. He is a resident of Maharashtra.
He is an MP. We have an MP, Kirti Azad, the famous cricketer of 1983 World Cup winning team. He is an AITC MP from Bengal. We have an MP, Shatrughan Sinha, who lives in Bombay, but he's a Lok Sabha MP from where? From AITC in Bengal, Asansol. We have an MP from Gujarat. His name is Yusuf Pathan, the great Indian cricketer who won the World Cup cricket. Where is he an MP from? AITC. ശത്രുഘ്നൻ സിൻഹയും യൂസുഫ് പഠാനയും അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെത്തിച്ച് MP ആക്കുന്നത് ഒരു രാഷ്ട്രീയത്തിലെ പുതിയ ചരിത്രമാണ്. And there are so many of us who have come to work under the leadership of our chairperson, Ms. Mamta Banerjee, and our young three-time MP, Abhishek Banerjee, who is the National General Secretary. It is a wonderful team. We come from different backgrounds. I was doing television for 20 years. My friend and colleague Mahua was a banker before she came in here to politics. There are other people who are social workers. There are many block level presidents today who are MPs. There are many MLAs who have been elected as MPs. So Trinamool is like a beautiful garden of flowers. തൃണമൂൽ മനോഹരമായ ഒരു ഉദ്യാനമാണ്. മമതാ ബാനർജിയുടെയും അഭിഷേക് ബാനർജിയുടെയും കീഴിൽ അണിനിരന്ന മനോഹരമായ ഒരു ഉദ്യാനം. ഞാൻ 20 വർഷമായി ടെലിവിഷനിലുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിദേശ വിദ്യാഭ്യാസമൊക്കെ നേടിയ അങ്ങനത്തെ ഒരുപാട് ആളുകൾ ചേർന്ന മനോഹരമായ ഒരു ഉദ്യാനത്തിൻ്റെ പേരാണ് തൃണമൂൽ കോൺഗ്രസ്. Now let me come to the last part where I want to talk to you about issues in your state. ഇനി അവസാനത്തെ ഭാഗം നിങ്ങളുടെ സംസ്ഥാനത്തെയും ഇവിടുത്തെ വിഷയങ്ങളെയും കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. Let us start with the Waqf bill. The Waqf bill, our position of AITC. Please listen to this. I don't know why some political parties, when they go to Delhi, they lose their voice. We are very, very clear. Mamta Banerjee's AITC, this is not a religious issue. Please understand, the Waqf bill is not a religious issue. It is a constitutional issue. It is against the Samvidhan. It is against the Constitution. Trinamool Congress will fight to defeat this. 100% we are opposed to Waqf. 100%. കേരളത്തിലെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വഖഫ്, പ്രപ്പോസ്ഡ് വഖഫ് ബില്ലിനെ കുറിച്ച്. തൃണമൂൽ കോൺഗ്രസ് വഖഫ് ബില്ലിലെടുത്ത നിലപാടുകൾ നിങ്ങൾ പരിശോധിക്കൂ. വഖഫ് കേരളത്തിൽ നിന്ന് പോയ പല രാഷ്ട്രീയ നേതാക്കൾക്കും ദേശീയ ഡൽഹിയിലെത്തിയപ്പോൾ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതൊരു മതപരമായ വിഷയമായിട്ടല്ല കാണുന്നത്. അത് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് 100% വഖഫ് ബില്ലിനെ എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. One more bill. I can't understand why some political parties, they are feeling shy when they go to Delhi. Anti-conversion. Father, you are sitting here. Hear this from us. We are opposed to the anti-conversion laws. We are opposed to them because that is also anti-constitutional. The UCC is anti-constitutional. മതപരിവർത്തന വിരുദ്ധ നിയമം ഞങ്ങൾ വളരെ ശക്തമായി എതിർക്കുന്നു. അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിയമമാണ്. മറ്റൊന്ന് യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് ഭരണഘടനയ്ക്കെതിരാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. I want you to remember two numbers. मैं 2 नंबर दूंगा, 2 numbers. Please remember these 2 numbers. ഞാൻ 2
അക്കങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2 നമ്പർ, അത് നിങ്ങൾ ഓർത്തു വെക്കണം. One number is about women. ഒന്ന് സ്ത്രീകളെ കുറിച്ചുള്ള നമ്പറാണ്. All political parties for women in parliament, they have 6% to 14% women MPs. ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും 6 മുതൽ 12% വരെ സ്ത്രീ പ്രാതിനിധ്യമാണ് ഇന്ത്യയിലെ പാർലമെന്റിലുള്ളത്. 6%, 7%, 10%, 11%, 14%. That's all. മാക്സിമം 14% വരെ. AITC has not 20%, not 25%, not 30%, not even 33%. 39% women are MPs of Trinamool Congress. 39% സ്ത്രീ പ്രാതിനിധ്യമുള്ള ഇന്ത്യയിലെ പാർലമെന്റിൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് തൃണമൂൽ കോൺഗ്രസ്. Only the women are clapping, the men should also clap, na? This is one number. And one more number I want to give you. Please listen to this. And this is not against any party, but this is a statistic. അതാണ് ഈ 39% കണക്കാണ് ഒന്ന്. ഇനി രണ്ടാമത്തത്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും എതിർക്കുന്നില്ല, മറ്റൊരു കണക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. When Congress party fights BJP in a one-on-one contest, Congress one side, BJP one side. That time, BJP wins 90% of the seats and Congress party wins 10% of the seats. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കണക്ക്, BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിൽ 90% BJP ജയിക്കുമ്പോൾ 10% മാത്രമാണ് കോൺഗ്രസ് ജയിക്കുന്നത്. 90% BJP wins, 10% Congress wins. When AITC, Trinamool, fights against BJP, total number of seats, BJP wins 30%, AITC wins 70% of the seats. BJPയും തൃണമൂൽ കോൺഗ്രസും നേരിട്ട് എതിർക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ, നമ്മൾ നേരിട്ട് മത്സരിക്കുന്ന ഇടങ്ങളിൽ 70% തൃണമൂൽ കോൺഗ്രസ് ജയിക്കുകയും വെറും 30% മാത്രമാണ് BJPക്ക് ജയിക്കാനാവുന്നത്. So, whether it is BJP, whether it is RSS, we and all of us in the All India Trinamool Congress believe that we are very well equipped, whether it is in Bengal, AITC, whether it is in Assam, whether it is in Meghalaya, whether it is in Goa, and whether it is in Kerala. These places we are here, we are new, we don't know it all, we will learn as we go along. There are many parties who think they know everything about everything. We are not like that. We are humble, we are new. Thank you for this beautiful welcome. My colleague from Lok Sabha will also speak to you today, Mahua Moitro. And I must tell you, there are many other colleagues of mine, Mr. Anwar, you will be happy to know this, like Yusuf Pathan and Kirti, who are very keen to come to Kerala to meet all of you. Thank you very much. Make it a beautiful morning. Beautiful morning. Thank you. Jai Hind. Vande Mataram. ഇന്ത്യയിലാകെ സംഘപരിവാറിനെയും RSSനെയും എതിർക്കാൻ, അത് ബംഗാളിലായാലും ത്രിപുരയിലായാലും മേഘാലയയിലായാലും അസമിലായാലും ഗോവയിലായാലും കേരളത്തിലായാലും തൃണമൂൽ കോൺഗ്രസ് മുന്നിലുണ്ടാകും. കേരളത്തിൽ നമ്മൾ വളരെ പുതിയ പാർട്ടിയാണ്. കേരളത്തിലേക്ക് യൂസുഫ് പട്ടാനെ പോലെ ഒരുപാട് നേതാക്കളെ ഞങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹാദരങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. I want to make one promise to Anwar. I forgot to say that, but I'll make a promise to you. Since Mahua is here from Lok Sabha and Derek is here from Rajya Sabha, listen to this.
our AITC in Goa, asked us to promise that we will take up the issue of fishermen. Here, we are making a promise to you. We will take up the human rights animal conflict. Human animal conflict. Okay? I promise you we'll take it up. And when we take it up, then Parliament goes, yeah! ഞാനിവിടെ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഗോവയിലെ തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളോട് പറഞ്ഞു, മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യബന്ധനക്കാരുടെയും വിഷയം ഏറ്റെടുക്കണം. അതത് ഞങ്ങൾ ഏറ്റെടുത്തു. കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിനും അൻവറിനും ഞാൻ ഒരു ഉറപ്പ് നൽകുകയാണ്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള മൃഗ അറ്റാക്കുകളെ കുറിച്ചുള്ള വിഷയം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ പാർലമെന്റിൽ എത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഞങ്ങളത് ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ അത് ഞങ്ങൾ അവതരിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. Thank you so much.